വാട്ട് എ മാച്ച് ഗൈസ്, വാട്ട് എ മാച്ച്. ഒന്നും പറയാലോ. അയ്യോ, അവസാനം ഓവർ വരെ പിടിച്ചത് കളി. അതിനെ ബുംറ, ഹർദിക്ക്, അക്ഷദീപ് ആ ലാസ്റ്റത്തെ ആ 3 ഓവറോളം അവർ സ്വൈപ്പ് ചെയ്ത് തരുന്നില്ലേ. വാട്ടൻ ഓവർ. പിന്നെ ദുബൈനെ നമുക്ക് പറയാണ്ടിരിക്കും. ദുബൈ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ആ ഫസ്റ്റത്തെ ആ 3 ഡെലിവറി എൻ്റെ പൊന്നെ, അത്രയും പ്രഷർ ഞാൻ പേടിച്ചു. കാരണം നമുക്ക് ഓൾറെഡി അറിയാം ദുബൈ അന്നത്തെ കളിയിലൊക്കെ 27 റണ്ണ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു വരുമ്പോൾ. പക്ഷേ ചേക്കൻ കിടിലായിട്ട് ബോൾ പറഞ്ഞു. ഫസ്റ്റ് ബോളഞ്ഞ കിടിലൊരു ഷോട്ടായിരുന്നു ബേത്തിൽ നന്നായി ബാറ്റ് കിട്ടും അല്ലേ പറയുന്നത്. പക്ഷേ ഹർദിക്കിൻ്റെ ഫീൽഡിങ്ങും സഞ്ജുവിൻ്റെ ആ ടൈമിലുള്ള കീപ്പിങ്ങും കിടിലായിരുന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ സഞ്ജുവിൻ്റെ ബാറ്റിങ്ങിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ വയ്യ. നമുക്ക് ഇതല്ല വേണ്ടത്, സെഞ്ചുറിയൊക്കെ പിന്നെ അടിക്കാം നമുക്ക്. പക്ഷേ ഫൈനലിൽ നമുക്ക് ഇങ്ങനെ അടിക്കുക, ടീമിനെ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കുക. സഞ്ജു വെൽ പ്ലേഡ്. 42 ബോളിൽ 89 റണ്ണാണ് സഞ്ജു അടിച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ഇന്നിങ്സ് ആയിരുന്നു. സഞ്ജുവിനെ മാത്രം നമുക്ക് പ്രശംസിച്ചാൽ പോരാ. നമ്മുടെ തിലക് വർമ്മ ആയിട്ടൊക്കെ വന്ന് ക്യാമിയോ നടത്തി. ശിവൻ ദുബെ ഒരു അൺലക്കി പേഴ്സണാണ്. കാരണം ഇപ്രാവശ്യം 4ാമത്തെ തോന്നുന്നുണ്ട് റൺ ഔട്ട് ആവുന്നത്. അത് ഓപ്പോസിറ്റ് ബാറ്റ്സ്മാൻ്റെ ഒരു ഫെൽട്ട് കൊണ്ടാണ്. അപ്പോൾ ഇപ്രാവശ്യം ഹർദിക്കിൻ്റെ ഒരു ഫെൽട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹർദിക്ക് വന്ന് അടിച്ച് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. തിലകിൻ്റെ ആ 7 ബോളിൽ 21. സൂര്യാഭിഷേകൊക്കെ ഒന്ന് ഡൗൺ ആയെങ്കിലും ഇന്നത്തെ കളിയെ കുറിച്ച് പറയാണ്ടിരിക്കാൻ വയ്യ. സഞ്ജു സാംസൺ നമ്മൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച ഒരു ഇന്നിങ്സ് ആയിരുന്നു. കഴിഞ്ഞ വട്ടം വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒപ്പം അടിച്ചുണ്ടാക്കിയത് ആ 97 റണ്ണ്. അതേ ഒരു അവിടെ നിന്ന് തുടങ്ങി ഇന്നടിച്ചത് 89 റൺ. ഇതിൻ്റെ കൂടുതലൊന്നും വേണ്ട. സഞ്ജു സത്യം പറയാം കണ്ണുന്നൊക്കെ വെള്ളം പറഞ്ഞിട്ട് ഓരോ ബോളും പ്രഷറായിരുന്നു അന്ന് കാണും. പക്ഷേ ഇന്ന് ആ പ്രഷർ ഉണ്ടായിരുന്നു. സത്യം പറയാലോ, ഇന്ന് സഞ്ജുവിൻ്റെ ബാറ്റിംഗ് കാണുമ്പോൾ എനിക്ക് അത്രയും പ്രഷർ ഉണ്ടായിരുന്നില്ല. ട്രാക്കിലേക്ക് എത്തിയെന്ന് മനസ്സിലായി ചെക്കൻ. ക്യാച്ച് വിട്ടു, അത് കളിയിലുണ്ടാവും. അതിപ്പോൾ ശർമാജിയുടെ 264 നോക്കിയാലും 209 നോക്കിയാലും ക്യാച്ച് അത് ഗെയിമിലുള്ളതാണ്. പിന്നെ ഇപ്രാവശ്യം ആരെയും ഫീൽഡിന് അത്ര ഗുണമില്ല. ഇന്ത്യയുടെ ആണെങ്കിലും ഏറ്റവും മോശം ഫീൽഡ്. പാകിസ്ഥാനായിട്ടും ഏറ്റവും കുറവാണ് എഫിഷ്യൻസി ക്യാച്ച് എടുക്കണേലൊക്കെ ഇന്ത്യക്ക്. അപ്പോൾ അത്രയും മോശം ഫീൽഡിങ്ങാണ് ഇപ്രാവശ്യം എല്ലാവരെയും. ഇംഗ്ലണ്ട് ഇപ്രാവശ്യം സംതിങ് 7-8 ക്യാച്ച് വിട്ടുണ്ട് ഓവറോൾ വേൾഡ് കപ്പിൽ നോക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ വിട്, കളിയാകുമ്പോൾ ക്യാച്ച് വിടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സഞ്ജുവിൻ്റെ ഇന്നിങ്സ് 89 റൺ, വാട്ട് ആൻ ഇന്നിങ്സ്. 8 6ഉം 7 4 സംതിങ് ആയിരുന്നു. ഇതിനെക്കാട്ടി കൂടുതൽ സന്തോഷിക്കൊന്നുമില്ല. സത്യം പറയാലോ, രോമാഞ്ചം പറയാനല്ലോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇന്ത്യ അങ്ങനെ ഫൈനലിൽ കയറിയിരിക്കുകയാണ്. സാധാരണ ഞാൻ ഇങ്ങനെ വീഡിയോയും കാര്യങ്ങളും ചെയ്യാത്ത, പക്ഷേ ചെയ്യാൻ തോന്നി. കാരണം അത്രയും കിട്ടുന്ന ഇന്നിങ്സാണ് ഇന്ന് നമ്മുടെ സഞ്ജു കാഴ്ചവെച്ചത്. ഇഷാൻ കിഷൻ ആയിക്കോട്ടെ, ദുബെ ആയിക്കോട്ടെ, തിലക് ആയിക്കോട്ടെ, ഹർദിക് ആയിക്കോട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ സഞ്ജുവിൻ്റെ ഒക്കെ ബാറ്റിങ് നമ്മൾ അടിച്ച് രോമാഞ്ചിക്കാണ്. പക്ഷേ ലാസ്റ്റത്തെ ആ 3 കാരണം ബെറ്റിലോ എന്താ അവൻ്റെ പേര്, ചെങ്ങായി ഒരു രക്ഷയുണ്ടായിരുന്നു. നല്ല ബാറ്റിംഗ് ആയിരുന്നു ഉള്ള കാര്യം പറയാം. അപ്പോൾ നിൽക്കണോണ്ടൊരു പ്രഷറായിരുന്നു. പക്ഷേ അവർ കണക്ക് കൂട്ടിയത് ബുംറേനെ ഒഴിവാക്കി വിടാം, അടിക്കേണ്ട, വിക്കറ്റ് പോകേണ്ട വെച്ചിട്ടാണ്. പക്ഷേ അർഷദീപ് ആയിക്കോട്ടെ, ഹർദിക് ആയിക്കോട്ടെ, അവസാനം ദുബെ. ചക്രവർത്തിക്ക് എന്താ പിക്ചർ ആയില്ല. അവസാനം ഒരു 3-4 കളിയായിട്ട് ഭയങ്കര എക്സ്പെൻസീവാണ്. ഈ കളി 63 റണ്ണായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും മോശമായിട്ടാണ് ചക്രവർത്തി ബോൾ ചെയ്യുന്നത്. എന്തായാലും കുഴപ്പമില്ല, ഇന്ത്യ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച ന്യൂസിലൻഡിൻ്റെ ഒപ്പമാണ് കളി. ന്യൂസിലൻഡായിട്ടുള്ള റെക്കോർഡ് നിങ്ങൾക്ക് അറിയാലോ. ഇതുവരെ നമ്മൾ ന്യൂസിലൻഡിനായിട്ട് 2020 വേൾഡ് കപ്പിൽ ജയിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു ചീത്ത റെക്കോർഡ് നമുക്കുണ്ട്. പക്ഷേ ഇവിടെ ചരിത്രങ്ങൾക്കൊന്നും ഇതില്ല. കാരണം ഇത് ടീം ഇന്ത്യയാണ്. നമ്മൾ കപ്പടിക്കുന്നതിനെ വിശ്വസിക്കുക. സഞ്ജുവിൻ്റെ ഇന്നിങ്സ് നമുക്ക് മറക്കാൻ പറ്റില്ല. ഈ കളിത്തെ മാൻ ഓഫ് ദി മാച്ച് സഞ്ജു അവനെ ചാൻസ്. അയ്യോ, ഞാൻ ഒരാളെ വിട്ടുപോയിട്ടോ, ഹർഷൽ പട്ടേൽ. പട്ടേൽ എൻ്റെ പൊന്നടി. ആ ഫീൽഡിങ് ഒരു രക്ഷയില്ല. ബോളിംഗ് ആണെങ്കിലും ആ ബട്ട്ലറിൻ്റെ അടുത്തൊരു ബ്രേക്ക് ത്രൂ ആണ്. കാരണം ബട്ട്ലർ എന്നെങ്കിൽ പണി പാളിയായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ അക്ഷർ പട്ടേൽ പറയാൻ മറന്നു. അക്ഷർ പട്ടേൽ വാട്ട് എ മാൻ. ആ ക്യാച്ച് റണ്ണെടുത്ത് ദുബൈനെ അവിടെ സമ്മതിക്കണം. പ്രസൻസ് ഓഫ് മൈൻഡിൽ ദുബൈ അവിടെ വന്ന് കറച്ച് ടൈമിൽ നിൽക്കുന്നുണ്ട്. അതും പറഞ്ഞാൽ ഫസ്റ്റത്തെ സാൾട്ടിൻ്റെ അടുത്ത ക്യാച്ച് കിടിലം ഫീൽഡിങ് അറിയാം ഹർഷൽ പട്ടേൽ. അവസാന സെക്കൻഡ് ലാസ്റ്റ് ഓവർ ഹർദിക്കിൻ്റെ ആയിക്കോട്ടെ, ആ എഫേർട്ട് ഒച്ചക്കൈ കൊണ്ടുള്ള ചാടി പിടിക്കലോ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കിടിലം പറയാം. ഇപ്പോൾ ടീമിലത്തെ കാര്യം പറയാം, നമുക്ക് അഭിഷേകിനെ തഴയാനും വരും. കാരണം അഭിഷേക് അങ്ങനെ കളിച്ചിരുന്നത് നമ്പർ 1 20 പ്ലെയറാണ്. നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എന്തൊക്കെ പറഞ്ഞാലും. അതുപോലെ തന്നെ ഇപ്പോൾ സൂര്യകുമാർ ആയിക്കോട്ടെ, സൂര്യകുമാർ ശരിയാണ്, ക്യാപ്റ്റൻസി ഇന്ന് ഭയങ്കര മോശമായിരുന്നു. മിസ് ഫീൽഡിങ് വന്നു സൂര്യന്ന് കുറേ ഇതൊക്കെ. എന്തായാലും ജയിച്ചു, അതാണ് എൻഡ് ഓഫ് ദി ടീം ജയിച്ചു. ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ഞായറാഴ്ച അഹമ്മദാബാദ്. അവിടെ നമുക്കറിയാം ഫൈനൽ ഒരു വട്ടം നമ്മൾ നിശബ്ദമാക്കിയതാണ് ആ കരയിലുള്ളവന്മാർ തന്നെയാണത്. എവിടെ നമ്മുടെ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ഒരുമിച്ചില്ല കിടക്കണേ. ഓസ്ട്രേലിയ വന്നിട്ട് അന്ന് സൈഡിലാക്കി. പക്ഷേ ഇത്തവണ നമുക്ക് എന്തായാലും പൊളിക്കണം. അവിടെ ഒന്നും പറയില്ല, കപ്പടിച്ചിട്ട് വന്നാൽ മതി. ഇപ്രാവശ്യം കപ്പടിച്ച സഞ്ജുവിൻ്റെ ഓരോന്ന് ആലോചിച്ച് നോക്കില്ല. അത് കുറേ സന്തോഷം കൊണ്ട് കണ്ടറിയണം കേട്ടോ. അത്രയും കിട്ടില്ല ഇന്നിങ്സല്ലേ സഞ്ജു കളിച്ചതെന്ന്. ആ ആർച്ചർ ക്യാച്ച് വിട്ട് അതിൻ്റെ അടുത്ത ബോൾ ഒരു സാധനം അടിച്ചിട്ടുണ്ട് സഞ്ജു. ബാറ്റ് സൗണ്ട് വാങ്ങടയില 6 പോകാൻ കാണാൻ ഭയങ്കര രസമുള്ള കാര്യം വേറെ. പിന്നെ സഞ്ജുവിൻ്റെ എന്നൊരു മോശം ഷോട്ട് പറയാൻ അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഔട്ടായ രീതി ഭയങ്കര മോശം തന്നെയാണ്. അത് ഞാൻ ഇല്ല പറയുന്നില്ല. കാരണം അതൊന്ന് ലീവ് ആയിരുന്നു സംഭവം. സെഞ്ചുറിക്ക് വേണ്ടി കളിക്കുന്ന സഞ്ജു അല്ല, ഒരിക്കലും സെഞ്ചുറിക്ക് വേണ്ടി കളിക്കില്ല. ടീമിൻ്റെ സ്കോർ എത്തിക്കാനേ നോക്കുള്ളൂ. പക്ഷേ അത് വൈറ്റ് ബോൾ ആയിരുന്നു, ഒരിക്കലും എടുക്കാൻ പാടില്ലായിരുന്നു. ഞാനത്
ഔട്ടായ രീതി ഒട്ടും ശരിയായില്ല. അത് എന്തായാലും പറയാം, നമ്മൾ ഓൺലൈൻ കോച്ചൊന്നല്ല, പക്ഷെ നമ്മുടെ വിഷമവും ഇത് നമ്മളല്ലേ പ്രകടിപ്പിക്കുന്നുണ്ട്, വികാരം. അപ്പോൾ അത്രയും കിടിലൻ കളിയായിരുന്നു ഒന്ന്, ഒന്നും പറയാനില്ല. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ താഴെ കമൻറ്റ് ചെയ്യട്ടോ, എന്തൊക്കെ അറിഞ്ഞു. ത്രില്ലഡാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഈ ചാനലിൽ. എന്തായാലും കിടിലൻ കളി, ഇന്ത്യ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. എല്ലാവരും എടുത്ത് പറയണം സഞ്ജു സാംസൺ ആണ് മാൻ ഓഫ് ദി മാച്ച് കേട്ടോ. ഇപ്പം അതാ ക്രോസ് മാച്ചിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സഞ്ജുവാണ് മാൻ ഓഫ് ദി മാച്ച്. അപ്പോൾ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒപ്പവും സഞ്ജു മാൻ ഓഫ് ദി മാച്ച് അടിച്ച് ഇന്ത്യ സെമിയിൽ വെച്ച്. ഇപ്പോൾ ഫൈനലിക്കും സഞ്ജുവിനെ മാൻ ഓഫ് ദി മാച്ച് അടിച്ച് ഇന്ത്യനെ കഴിച്ചിരിക്കുകയാണ്. മലയാളികൾക്ക് ഇതിനെ കൂടുതൽ എന്ത് വേണം? ഓ, രോമാഞ്ചം പറഞ്ഞാൽ അൾട്രാ രോമാഞ്ചാണ് ഗൈസ്. എന്തായാലും സന്തോഷം. സഞ്ജു അടിച്ച് ഇന്ത്യനെ ഫൈനലിൽ കഴിച്ച് പറയുമ്പോൾ അതിനായിട്ട് വലിയ പ്രൗഡ് മൂവ്മെൻ്റ് ഏകദേശം മലയാളി എനിക്കില്ല. എന്തായാലും ഫൈനലിൽ ഇന്ത്യ കപ്പടിക്കട്ടെ, കപ്പടിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായാലും അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും വിട്ടുവേണ്ടി ക്ഷമിക്കുക, നിങ്ങൾ കമൻറ്റ് ചെയ്ത് അവരെ പൊക്കി പറഞ്ഞാൽ മതി. ഓക്കെ, എല്ലാവരും അടിപൊളിയായിരുന്നു. ആരും മറിച്ച് പറയാം, റിങ്കു സിംഗ് അടക്കം. റിങ്കു സിംഗിൻ്റെ ഒക്കെ ഇടയ്ക്ക് പന്ത് പോകുമ്പോൾ അവന്മാർ ഡബിളോടെ പേടിയാണ്. കാരണം റിങ്കു ആണല്ലോ, ഇറിറ്റിട്ട് ഉറപ്പാണ്. അപ്പോൾ അത്രയും കിടിലൻ കളിയായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി വിട്ടു, കളിക്ക് മുമ്പ് ആർച്ചറിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു നമുക്ക്. എന്താ വെച്ച് കഴിഞ്ഞാൽ സഞ്ജു ആർച്ചറുള്ള റെക്കോർഡ് ഉണ്ടല്ലോ, 5 കളി കളിച്ചു 3 വിക്കറ്റ് ആയതുകൊണ്ട് ആകെ ആവറേജ് 8 ഉള്ളൂ 25 റൺ. അതങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. സംഭവം ക്യാച്ചൊക്കെ വിട്ടു ബ്രൂക്ക്, പക്ഷേ അതങ്ങോട്ട് മാറ്റി കൊടുത്തപ്പോൾ ഒരു സമാധാനം. പക്ഷേ എനിക്ക് കോൺഫിഡൻ്റ് ആണ്, സഞ്ജു അടിക്കുന്ന കോൺഫിഡൻ്റ് ആയിരുന്നു. ആ പ്രഷർ ഉണ്ടായിരുന്നില്ല, അന്നത്തെ ഒരു പ്രഷർ സഞ്ജുവിൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. കാമൻ കൂളായിരുന്നു, ടീം മാനേജർ സപ്പോർട്ട് ഉണ്ടായിരുന്നു അത്. അപ്പോൾ എന്തായാലും കളി ജയിച്ചു, ഹാപ്പി എൻഡിങ്. എന്തായാലും കപ്പടിക്കട്ടെ. സോ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഓക്കെ.